ഇപ്പോൾ ശ്രീകുമാർ തുഞ്ചൻ എം ഡിയുടെ ജീവചരിത്രം എഴുതുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീകുമാർ, എങ്ങനെ പറയണം എന്ന് എനിക്കോ താങ്കൾക്കോ അറിയില്ല. കാരണം അത്രമാത്രം സങ്കടത്തോടെയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അക്ഷരഗുരുവായ മനുഷ്യനാണ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത്. ആ സംഭാവനകളെ എങ്ങനെ നമ്മൾ ഓർത്തെടുക്കും? മലയാളമുള്ള കാലത്തോളം ആ പേരും ആ അദ്ദേഹത്തിൻ്റെ സംഭാവനകളും ഏറ്റവും തിളക്കത്തോടെ നിൽക്കുമെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇപ്പൊ എന്റെ ഒരു മാനസിക വികാരം എന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ ജീവചരിത്ര രചനയുടെ ഭാഗമായിട്ട് അദ്ദേഹം തന്നെ എന്നെ ഏൽപ്പിച്ച ഒരു വലിയ ദൗത്യമാണ്. കഴിഞ്ഞ 2 വർഷമായി എല്ലാ ദിവസവും അദ്ദേഹം എന്നോട് ഓർമ്മകളൊക്കെ ഓർത്തെടുത്തുകൊണ്ട് പറഞ്ഞിരുന്നൊരു സമയമായിരുന്നു. അത് ഏതാണ്ട് പൂർത്തീകരിച്ച ഒരു അവസ്ഥയിലാണ് വളരെ പെട്ടെന്ന് അദ്ദേഹം വേദനയുടെയും അബോധത്തിന്റെയും ഒരു ലോകത്തേക്ക് മാറിപ്പോകുന്നതും തീവ്രപരിചരണ വിഭാഗത്തിലൊക്കെ ആവുകയും ചെയ്യുന്നത്. 4 ദിവസം മുമ്പാണ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടത്. എന്നെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം. ഏത് സമയവും ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു ഈ ഒരു വിയോഗം. എങ്കിലും അതെന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട MT എന്ന എഴുത്തുകാരന് എന്റെ ഒരു കടമ പോലെ ഞാൻ ആ ഒരു സമാഹാരം, അദ്ദേഹത്തിന്റെ ജീവചരിത്ര പുസ്തകം വൈകാതെ തന്നെ സമർപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്, അതിന്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു ഈ ഒരു പുസ്തകം ഉണ്ടാവുക എന്നുള്ളത്. അതിനുവേണ്ടി കഴിഞ്ഞ 2 വർഷത്തെ കഠിന പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് അത് പൂർത്തീകരിക്കപ്പെടുകയാണ്. MT എന്ന മനുഷ്യനെ, മലയാളിക്ക് എഴുത്തുകാരനെ, സർഗപ്രതിഭയെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്ന, കാഴ്ചവെക്കുന്ന ഒരു ആധികാരികവും സമഗ്രവുമായ ഒരു പുസ്തകം എന്ന നിലയിലാണ് അത് പൂർത്തിയാകുന്നത്. അത് കാണാൻ അദ്ദേഹം ഇല്ല എന്നുള്ളത് വലിയ വിഷമമാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അതിന്റെ പ്രകാശനം നിർവഹിക്കുക എന്നത് ഞാൻ വളരെ സ്വപ്നം കണ്ട ഒന്നായിരുന്നു. അത് നടക്കാതെ പോയിരിക്കുന്നു. എങ്കിലും അദ്ദേഹം എനിക്ക് തന്ന കരുതലൊക്കെ എല്ലാ കാലത്തും എന്റെ മനസ്സിലുണ്ടാകും. മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത, പകരം വെക്കാനാകാത്ത സർഗപ്രതിഭയുടെ ആത്മശാന്തി നേരുക മാത്രമാണ് ഈ അവസരത്തില്. ശ്രീകുമാർ, ഒരുപക്ഷെ മലയാളത്തിന് താങ്കൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ദക്ഷിണയായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ജീവചരിത്രം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു താങ്കളൊരു വലിയ ഭാഗ്യം ചെയ്ത മനുഷ്യനാണ്. കാരണം നമ്മളൊക്കെ കേട്ടും വായിച്ചുമൊക്കെ അറിഞ്ഞ MT എന്ന ആ മഹാജീവിതത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അടുത്തറിയാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നതിനപ്പുറം ഒരു പുണ്യം ഒരു സാധാ മലയാളിക്ക് ലഭിക്കാനുണ്ടോ? ആ ജീവിതത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അറിഞ്ഞപ്പോൾ താങ്കളുടെ ഒരു സഞ്ചാരം എങ്ങനെയായിരുന്നു മനസ്സിൻ്റെ? ഏതാണ്ട് ആദ്യം എനിക്ക് വലിയ ആശങ്കയുള്ള ഒരു കാര്യമായിരുന്നു. എങ്കിലും ആ ദിവസവും വൈകുന്നേരം അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലേക്ക് വിളിക്കുകയും ഓരോരോ ഭാഗങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അറിഞ്ഞതും അറിയപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എന്നോട് തുറന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു അടുപ്പം തോന്നി. ആ ഒരു ലോകം ഞാൻ അറിയുകയാണ്. എഴുത്തിന്റെയും ജീവിതത്തിന്റെയും ആ ഒരു അത്ഭുതകരമായിട്ടുള്ള സർഗ പ്രപഞ്ചം ഞാൻ അനുഭവിച്ചറിയുകയായിരുന്നു ചെയ്തത്. ഏറെക്കുറെ ആധികാരികവും സമഗ്രവുമായിട്ടുള്ള ഒരു പുസ്തകം എന്ന നിലയിൽ അത് പുറത്തിറങ്ങുമ്പോൾ അത് കാണാൻ അദ്ദേഹം ഇല്ലല്ലോ എന്നുള്ളൊരു വലിയ സങ്കടമാണ് എനിക്കുള്ളത്. ആ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഇതാണ് MT എന്ന് അടുത്ത തലമുറകൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന, പകരം വെക്കാനില്ലാത്ത മലയാളികളുടെ MT എന്ന എഴുത്തുകാരനെ അദ്ദേഹത്തിന് ഞാൻ നൽകുന്ന ഒരു കാണിക്കയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോഴും ആ ഒരു എവിടെയെങ്കിലും നിന്നുകൊണ്ട് ഒരു ആത്മീയമായ സാന്നിധ്യം അദ്ദേഹത്തിന് ഈ പുസ്തകത്തിന് മേൽ ചൊരിയാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. താങ്കൾ അദ്ദേഹത്തിന് കൂടെ ഒരുപാട് കാലം ചെലവഴിച്ചു, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ MTയെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹം സംസാരിക്കുന്ന കാര്യത്തിൽ, വാക്കുകൾ പ്രയോഗിക്കുന്നതിൽ ചെറിയ പിശുക്കുള്ള ഒരാളാണ് എന്നൊക്കെ വായിച്ചും പറഞ്ഞും ഒക്കെ കേട്ടിട്ടുണ്ട്. സംസാരിച്ചപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു ആ ഇടപെടലും താങ്കളോടുള്ള ഒരു സ്നേഹവും? തുടക്കത്തിലൊക്കെ ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം കുറച്ച് മാത്രം സംസാരിക്കുകയും പിന്നീട് ആ സംസാരം അവസാനിപ്പിക്കാനും ഒക്കെ തിരക്ക് കൂട്ടിയിരുന്ന അദ്ദേഹം തുടർന്നുള്ള ദിവസങ്ങളിലേക്ക് ഞാൻ ചെന്ന ഉടനെ തന്നെ ഞാൻ എന്റെ പുസ്തകം എടുത്ത് നോട്ട് പുസ്തകം എടുത്ത് വിടർത്തി വെച്ച അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ ഭാഗങ്ങളെ ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ എന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കടന്നു വന്ന ആളുകളെ കുറിച്ചിട്ടുള്ള ചിത്രങ്ങളും വാഗ്മയ ചിത്രങ്ങളും ഒക്കെ വളരെ തുടർച്ചയായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലാൻ സാധിക്കാത്ത ദിവസങ്ങളിൽ അദ്ദേഹം എന്നെ വിളിച്ച് എന്തുകൊണ്ടാണ് എത്താത്തത് എന്ന് ചോദിക്കുക വരെ ചെയ്യുന്ന, അദ്ദേഹത്തിന്റെ ജീവിതം എന്റെ മുന്നിലേക്ക് പകർന്നു തരാനായിട്ട് ഒരുപാട് സന്തോഷിച്ച ഒരു ആളെന്നൊരു നിലയിലാണ് പിശുക്ക് ഒട്ടും കാണിക്കാതെ തന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സുതാര്യമായി എന്റെ മുന്നിലേക്ക് പകർത്തി വെച്ച, ഒരുപാട് വാചാലം എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ഒരു സംഭാഷണ രീതിയാണ് ആ പുസ്തകത്തിന്റെ വിവരശേഖരണത്തിൽ എനിക്ക് ലഭിച്ചത്. അതിന്റെ എഴുത്തിന്റെ ഘട്ടങ്ങളിലും ഞാൻ ഇത്രയൊക്കെ എഴുതിയെന്ന് അദ്ദേഹത്തോട് പറയുമ്പോഴും ഒക്കെ വലിയ താല്പര്യത്തോടുകൂടി ശ്രീകുമാരന്റെ പുസ്തകം വേഗം വരട്ടെ എന്ന് പറഞ്ഞ ഒരു രംഗവും ഞാനിപ്പോൾ ഓർക്കുകയാണ്. നമുക്കത് വളരെ വേഗത്തിൽ തന്നെ ഞങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമോ?
ആ പുസ്തകം? അടുത്ത അടുത്ത പിറന്നാളിന് ആ പുസ്തകം ഇറക്കുക എന്നുള്ള 92ാം പിറന്നാളിന് ആ പുസ്തകം ഇറക്കുക എന്ന രീതിയിലാണ് അത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. പുസ്തകത്തിന്റെ 90% എന്റെ രചനാ രീതി പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ MT വാസുദേവൻ നായർ എന്ന് തലക്കെട്ടിട്ടുള്ള ആ പുസ്തകം വായനക്കാരുടെ കൈകളിലേക്ക് എത്തുമെന്ന് ഉറപ്പു നൽകുകയാണ്. അതാണ് എനിക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായി ഞാൻ കരുതുന്നതും അത് തന്നെയാണ്. തീർച്ചയായും വളരെയധികം നന്ദി. ഒരു അവസരത്തിൽ ഏറ്റവും ദുഃഖകരമായൊരു സന്ദർഭത്തിലും ഞങ്ങളോട് സംസാരിച്ചതാണ് ശ്രീകുമാർ. കാരണം MT വാസുദേവൻ നായരോട് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അത് മനസ്സിലാക്കി നമുക്ക് മലയാളത്തിന് സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. പക്ഷേ അതിനിടയിലാണ് മഹത്തായ എഴുത്തുകാരൻ നമ്മളെ വിട്ടു പിരിഞ്ഞു പോകുന്നത്.